പാർട്ടി പരിപാടി വിപ്ലവത്തിന്റെ തന്ത്രമാണ്. പാർട്ടി സ്ട്രാറ്റജി ടാക്ടിക്സ് എന്ന് പറയും. സ്ട്രാറ്റജി, തന്ത്രം, അത് വിപ്ലവത്തിന് വേണ്ടിയുള്ളതാണ്. വിപ്ലവകാലം വരെയുള്ളതാണ്. ആ വിപ്ലവത്തിലേക്ക് ഓരോ നിമിഷവും പ്രവർത്തനം നടന്നെടുക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും എടുക്കുന്ന നിലപാടിനാണ് അടവ് ടാക്ടിക്സ് എന്ന്. അത് മാറിക്കൊണ്ടേയിരിക്കും. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മാറിയില്ലെങ്കിൽ പോയി. ആ അടവിന് സ്ട്രാറ്റജിയുമായി ബന്ധമുണ്ട്. പൊക്കൾ കൂടി ബന്ധമാണ്. ആ സ്ട്രാറ്റജിയെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ അടവ്. അങ്ങനെയാണ് പാർട്ടി പരിപാടി. അത് പറഞ്ഞിട്ടുണ്ട്. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് CPM-ന്റെ നയം. പീപ്പിൾസ് ഡെമോക്രസി അത് പാർലമെന്ററി ഡെമോക്രസിക്ക് കൂടുതൽ ഹയർ ക്വാളിറ്റിയുള്ള ഒരു ഡെമോക്രസിയാണ്. പാർലമെന്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന്റെ മേധാവിത്വത്തിലുള്ളതാണ്. നമ്മൾ അനുവദിച്ചിരിക്കുക. നിങ്ങളിങ്ങനെ സംസാരിച്ചോ എഴുതിക്കോ. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ട പോലെ പിരിച്ചുവിടും. അപ്പോൾ ആ പാർലമെന്ററി ഡെമോക്രസി ലിമിറ്റേഷൻ മനസ്സിലായി. ഇറ്റ്സ് എ ലിമിറ്റഡ് ഡെമോക്രസി. ഭരണാധികാരി വർഗത്തിനും ജന്മിമാർക്കും ഭൂസ്വാസിക്കും സാമ്രാജ്യത്തെ പിന്തുണയുള്ള എപ്പോൾ വേണമെങ്കിലും ഇതില്ലാതാക്കാം. ഈ ജനാധിപത്യം ഭരണഘടന റദ്ദ് ചെയ്യാൻ അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്തില്ലേ? നിലനിന്ന് റദ്ദ് ചെയ്തില്ലേ? ഭരണഘടന ഇല്ലായിരുന്നല്ലോ. മൗലികാവകാശങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തില്ലേ? അപ്പൊ അതിനുള്ള അധികാരം ഭരണാധികാരി വർഗം ഭൂസ്വാസിയാണ്. ജന്മിമാരെല്ലാം അവരുടെ കൂടെയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ലോക സാമ്രാജ്യത്വവുമായി അവർ കൈകോർക്കും. ഇവിടെ അവർക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ സാമ്രാജ്യത്വമായി കൈകോർക്കും, കോംപ്രമൈസ് ചെയ്യും. ഇത് ഞങ്ങളുടെ പരിപാടി പറയുന്നത്. അത് കഴിഞ്ഞാണ് പീപ്പിൾസ് ഡെമോക്രസി, രണ്ടാമത്തെ സ്റ്റെപ്പ്. അവിടെ മുതലാളിത്തമില്ല. മുതലാളിത്തം അബോളിഷ് ചെയ്യും. ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ഭൂമിയെല്ലാം ഇതാണ് ചെയ്യുന്നത്. എംപിമാരും ഉണ്ടാവില്ല. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. മതപരമായ ഒരു കാര്യവും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. മതപരമായ കാര്യമല്ല, മതത്തെപ്പറ്റി പഠിപ്പിക്കും. മതപരമായി മുതലെടുക്കാൻ സമ്മതിക്കില്ല. കാരണം സെക്യുലർ സ്റ്റേറ്റാണ്. മതത്തെപ്പറ്റി പഠിപ്പിക്കും. അതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ടെല്ലാം പറയേണ്ടതായിരുന്നു. മതങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ലോകത്തിന്റെ മാറ്റത്തിൽ. അതാണ് പീപ്പിൾസ് ഡെമോക്രസി. അവിടെ ജന്മിത്വമില്ല, മുതലാളിത്തം എല്ലാം അബോളിഷ് ചെയ്യും. ഏറ്റവും ഹയറാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. സോഷ്യലിസ്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിലേക്ക് വരുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഈ പീപ്പിൾസ് ഡെമോക്രസിയുടെ കാലഘട്ടത്തിലാണ്. നാച്ചുറൽ ഫോക്കസ്, മൊണോപ്പൊളി ക്യാപിറ്റൽ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസം പൂർണ്ണമായി സ്റ്റേറ്റിന്റെ കീഴിൽ കൊണ്ടുവരിക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക. സ്ത്രീകൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യം, പ്രായമാർക്ക് പ്രത്യേക പരിഗണന, ഇങ്ങനെ ഒടുവിൽ സോഷ്യലിസ്റ്റ് കടക്കുമ്പോഴാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി വിപ്ലവമാണ്. അപ്പോൾ പിന്നെ വിപ്ലവ പ്രസ്ഥാനമല്ലാതെ വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവില്ല. ആദ്യകാലം സോവിയറ്റ് യൂണിയനും ആദ്യകാലം ചൈനയിലും ക്യൂബയിലൊക്കെ ഉണ്ടാകും പോലെ സോവിയറ്റ് യൂണിയൻ പിന്നെ തകർന്നു പോയി. പല രാജ്യങ്ങളായി വിഭജിച്ചു. ചൈന ഇതൊക്കെ പഠിച്ചു ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിച്ച് പഠിപ്പിച്ചതും നയപരിപാടികൾ ആവിഷ്കരിച്ചതും. അത് മനസ്സിലാക്കാനും പഠിക്കാനും അത് ഗവേഷണം നടത്താനും ഒക്കെ ഞങ്ങൾ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ ഇതൊന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെ എന്താണെന്ന് അറിയാതെയും കടന്നു വന്നിട്ടുള്ള കുറേയധികം ആളുകൾ പൊളിറ്റിക്കൽ ക്രിമിനൽസും കടന്നു വന്നിട്ടുണ്ട്. അവർ പാർട്ടി നേതാക്കന്മാരുടെ തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, അസഭ്യം പറയും, അശ്ലീലകരമായ കാര്യങ്ങൾ AI-യുടെ സഹായത്തോടെ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പം അതിലൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരും കാണും. പാർട്ടിക്ക് യോജിക്കാത്ത ഒരുപാട് വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതൊന്നും അംഗീകരിക്കുന്നില്ല. അതിന്റെ മുമ്പിലൊന്നും കീഴടങ്ങത്തില്ല. അതിന്റെ യഥാർത്ഥത്തിലുള്ള പാർട്ടി രീതി എപ്പോഴും കഴിയാവുന്നത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അയാൾക്ക് ഇനി എന്താ വേണ്ടത്? 2 തവണ മന്ത്രിയായില്ലേ? ചോദിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചോദിക്കുകയാണ്. അയാൾ MLA ആയില്ലേ? ഇയാൾക്ക് എന്താ വേണ്ടത്? ഇത് അൺമാർക്സിയനാണ് ഈ വാദഗതി. ഇതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പറയാൻ പാടില്ല. മരിക്കുന്നതിനുമേൽ ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു. സ്റ്റാലിൻ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു.
സോഷ്യൽ ഡെമോക്രസിയാണ്, പാർലമെന്റ് ഡെമോക്രസി അല്ല. മാവോ ആയിരുന്നു, കാസ്ട്രോ ആയിരുന്നു, ഉച്ചവനായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം എഴുന്നല്ലേ താഴെ ഇറങ്ങുകളാമെന്ന് ആരെങ്കിലും പറഞ്ഞു? പറയുമായിരുന്നു. പിന്നെ ലോകം വരെ ബഹുമാനിക്കുന്ന അവർ ചെയ്തതിന്റെ പേരില്ല. നിങ്ങൾ എത്ര കൂടെ ആയി എന്നുള്ളതല്ല, എത്ര കൂടെ ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ സ്ഥാനം ഉപയോഗിച്ച് എന്ത് ചെയ്തു, നാട്ടുകാർക്ക് എന്ത് ചെയ്തു? 2 തവണ കൂടുതൽ മന്ത്രിമാരായവരില്ല. എന്റെ കൂടെ 2 തവണ മന്ത്രിയായ ആളല്ലേ ഐസക്. അയാളോട് എന്താ ചോദിക്കാത്തത്? അയാളോട് എന്തായാലും ചോദിക്കാം. അല്ല, പാർലമെന്റ് മത്സരിപ്പിച്ചത് 3 ഇപ്പോൾ എന്താ ചോദിക്കാത്തത്? ആരിപ്പോ 3 തവണ അസംബ്ലി ജയിച്ചു, 2 തവണ പാർലമെന്റ് മത്സരിച്ച് ഒരിക്കലും തോറ്റു, 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു. എന്താ അയാളോടൊന്നും ചോദിക്കാത്തത്? ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അപ്പൊ എന്നോട് ചോദിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാത്തതിന്റെ പേരിലൊന്നുമല്ല എന്റെ പ്രശ്നം. എനിക്കത് പ്രശ്നമല്ല. മത്സരിച്ചാൽ ജയിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ സീറ്റ് കിട്ടുമെന്നുള്ള തത്വം എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാണ്. ജയിക്കണം, പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. ഏത് നെറ്റിപ്പട്ടം കിട്ടിയ ബൂർഷാവ പ്രഭാഷകന്റെ മുമ്പിൽ തോൽക്കാതെ സംസാരിക്കാൻ കഴിയണം. അല്ലാതെ അയാളെ 2 ചീത്തയും വിളിച്ച് പൂവി ഇറങ്ങി പോയിട്ട് കാര്യമൊന്നുമില്ല. ആശയപരമായി നേരിടണം. അങ്ങനെ ഒരു തലമുറയുടെ അവസാനം വന്ന ആളാണ് ഞാൻ. 19 വർഷം അത് ചെയ്തു, നിയമസഭയിലും ചെയ്തു. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അതറിയാൻ പാടില്ലാത്തവർ തന്തയ്ക്ക് വിളിക്കും. അത്രയും എന്താ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാനും മുത്തുക. അന്ന് മുതുകുളം എന്നൊരു സ്ഥലത്ത് ജനറൽ ബോഡി കിടക്കാറ് പാർട്ടിയുടെ. നല്ല മിടുമിടുക്കന്മാരായ പോലെ SFI പ്രവർത്തകരായ ചെറുപ്പക്കാരായ ജനറൽ ബോഡിയും പാർട്ടിയുടെ ഉണ്ടായി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റാണ് അന്നത്തെ SFI. അയാളുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റങ്ങ് ചോദിച്ചു, ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ വന്ന സഹാബിനോട് ചോദിച്ചു, ഈ ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത് ഏത് വൈദ്യത്തിനാണ്? 4 വൈദ്യങ്ങളാണല്ലോ. ഇറങ്ങിപ്പോടാ കഴിവറടാ പോലെ മറുപടിയാണ്. എനിക്ക് പറയാറിയില്ല. അവന് ചീത്ത വിളി ഇറങ്ങി വിട്ടു. ഇയാൾക്ക് അറിയത്തില്ല എന്താ പറയണത്. ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചതൊരു വൈരുദ്ധ്യമാണെങ്കിലും അതൊരു മേജർ കോൺട്രഡിക്ഷൻ അല്ല. 4 മുഖ്യ വൈരുദ്ധ്യത്തിൽ അത് വരില്ല. 2 സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്, കുടുംബക്കാർ നമ്മുടെ വഴക്കാണ്. അത് പറഞ്ഞു. അങ്ങനെ ജനങ്ങളുടെ തമ്മിൽ വേലി തർക്കം ഉണ്ടാവും. അതെങ്ങനെ പരിഹരിക്കേണ്ടത്? അത് വൈരുദ്ധ്യമാണ്. പക്ഷേ സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, 3-4 ലോക രാജ്യങ്ങളും സാമ്രാജ്യത്വ വൈരുദ്ധ്യം മൗലിക വൈരുദ്ധ്യമല്ല. അത് തീർക്കും. അതാണ് ജനങ്ങളുടെ ഇടയിലെ വൈരുദ്ധ്യമൊന്നും ആവോ പറഞ്ഞത്. അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജനങ്ങളുടെ ഇടയിൽ പല തർക്കമുണ്ട്. അതിനെ വിരോധപരമായി കാണാതെ പറഞ്ഞ് പരിഹരിക്കണം. അത് പരിഹരിക്കാൻ കഴിയുന്നതാണ് ജനങ്ങളുടെ ഇടയിലെ വൈരുദ്ധ്യം. മറ്റേ 4 മേജർ വൈരുദ്ധ്യം പറഞ്ഞ് പരിഹരിക്കാനാവില്ല. ഒന്ന് തോറ്റൊന്ന് ജയിച്ചാലേ തീരൂ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാവണം. അതുകൊണ്ട് മന്ത്രിയായില്ലേ, MLA ആയില്ലേ, അവിടെ എന്താ കുഴപ്പമില്ല? നല്ല റോഡും നല്ല പാലും നല്ല സർക്കാർ കെട്ടിടവും ഒക്കെ വന്നില്ലേ? അവരൊന്നും ഞാൻ പറയണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം പണിയല്ലേ കഴിഞ്ഞ ഗവൺമെന്റ്. AC റോഡ് 1000 കോടി രൂപയാണ് ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രി തലക്കെട്ടിട്ട് ഒരു അധ്യക്ഷനായി. പക്ഷെ 752 കോടികളെ നിർത്തി. അതിലങ്ങ് നിർത്തി. മൊത്തം പൈസ ചെലവഴിച്ചിട്ടില്ല. എന്തായാലും മേജർ സ്റ്റേറ്റ്, കേരളത്തിലെ നമ്പർ 1 സ്റ്റേറ്റ് ഹൈവേ കുറച്ചുകൂടെ വീതിയിലൊക്കെ എടുക്കാമായിരുന്നു. കേട്ടെ, ചെറിയ കാര്യമാണ് അത്. അതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ആദ്യ വർഷം തന്നെ അമ്പലപ്പുഴ തിരുവല്ല റോഡ് പഠിച്ചില്ല. ഇതുപോലെ തന്നെ അമ്പലപ്പുഴ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡായില്ലേ? ഏത് റോഡാവാത്ത തീരദേശ റോഡ് വരുന്നില്ലേ? അവിടെ മലയോര ഹൈവേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയ്ക്ക് തന്നെ 2021 വരെ ദേശീയപാത സംസ്ഥാന ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നു. കേന്ദ്രത്തിന്റെ ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കൺട്രോളിലായിരുന്നു. അതായത് സ്റ്റേറ്റ് ചെയ്തോണ്ട് പണം വരുന്നില്ല. അപ്പൊ നമ്മുടെ വകുപ്പ് അത് ചെയ്തുകൊണ്ടിരുന്നു.
അത് 6 വരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. എല്ലാ ഡിസൈനിങ്ങും തയ്യാറാക്കി. 75,000 കോടി രൂപ ചെലവാകും. അതിന്റെ 50% നമ്മൾ എടുക്കണമെന്നായി കേന്ദ്ര ഗവൺമെന്റ്. അതങ്ങനെ എടുക്കണം. കാരണം കേന്ദ്ര ഗവൺമെന്റാണ് മുഴുവൻ എടുക്കണം. അവരുടെയാണ്. മുഖ്യമന്ത്രി പിണറായി സാഹിബിന്റെയും കൂട്ടി മോഡിയെയും ഗഡ്കരിയെയും കണ്ടു. ഞങ്ങൾ ഡിസന്റ് അറിയിച്ചു. പിന്നെ 25% അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. കാരണം ഇല്ലെങ്കിൽ പിന്നെ കിട്ടാതെ വന്നാൽ 6,500 കോടി രൂപ തിരുമ്പടി കെട്ടിവെച്ചു. ജർമ്മൻ ബാങ്കിന് ഞങ്ങൾ ലോൺ എടുത്തു. 3% ഉണ്ട് പലിശ. പണം കെട്ടിയിട്ടിരിക്കുക അവിടെ. അപ്പോൾ എടുത്താൽ മതി. അതിന് ഞങ്ങളുടെ ഗവൺമെന്റിലെ ജാമ്യം ഗവൺമെന്റ് അതിന്റെ പ്രശ്നമില്ല. അങ്ങനെ 6,500 കോടി രൂപ കെട്ടിവെച്ചാണ് ഇതിനുള്ള ഏർപ്പാടാക്കിയത്. ആ ഗവൺമെന്റ് കാലത്ത് ആ പലപാട് കുറച്ച് സ്ഥലം പൂർത്തിയായിട്ടു. ഇപ്പൊ ഇതിന് ഏകദേശം പകുതിയോളമായി. 1.5 വർഷം കൊണ്ട് പൂർത്തിയാവും. അതവിടെ ധാരണ സ്ഥിതി ചെയ്യുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും ദീർഘിപ്പിക്കുക. എത്രയോ പാലങ്ങൾ റോഡ് ഈ താലൂക്കിൽ തന്നെ 14 പാലാണ്. കുട്ടനാട്ടിൽ 18, 16 പാലം ചെങ്ങന്നൂരിൽ. വലിയ പെരുമ്പളം പാലം അടക്കം. ഒരു ചേർത്തല ഭാഗത്ത് വേറൊരു പാലം കൂടെ പഠിച്ചിട്ടുണ്ട്. പൂർത്തിയായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.